ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറിയിട്ട് പൈറ്റാങ്കുന്നത്തിൻ്റെ അടുത്തായിട്ട് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. 5 സെൻറ്റ് സ്ഥലവും 2 നിലയോട് കൂടിയിട്ട് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ ഒരു വീട്. 2 തെങ്ങുണ്ട്, അത്യാവശ്യം കായ്ഫലമൊക്കെ ഉള്ള 2 തെങ്ങുകളുണ്ട്, ഓപ്പൺ വെല്ലുണ്ട്. നമുക്ക് ആദ്യം ചുറ്റുവട്ടം ഒന്ന് കാണാം കേട്ടോ. ഫ്രണ്ടിൽ 2 കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് പറഞ്ഞില്ലേ, ഫസ്റ്റ് പോലെ 2 തെങ്ങുണ്ട് കേട്ടോ. അത്യാവശ്യം കായ്ഫലമുള്ള തെങ്ങുകൾ തന്നെയാണ്. രണ്ടാമത്തെ തെങ്ങ് ആണല്ലേ. ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആലുവാടുപ്പൊക്കെ കൊടുത്തിരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കിണർ ഓപ്പൺ വെല്ല് കിട്ടുന്നത് കേട്ടോ. അതിൽ കുറച്ച് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ സാധനങ്ങളൊക്കെ മേലെ വെച്ചുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. താഴെ കണ്ടോ, നല്ല അത്യാവശ്യം നല്ല വെള്ളമുള്ള ഒരു കിണർ തന്നെയാണ് കേട്ടോ. കണ്ടോ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ല തെളിഞ്ഞ വെള്ളം കിട്ടുന്ന ഒരു കിണറാണ്. ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്പേസ് വരുന്നത്. ഇത്രയും സ്പേസ് ഒക്കെ ഉള്ളൂ കേട്ടോ. ഈ ഭാഗത്ത് ഒരു അലക്കല്ല് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും ഏകദേശം ആ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ഫ്രണ്ടിലാണ് കൂടുതൽ സ്പേസ് വരുന്നത്. ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടേ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെളിയിലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം വലിപ്പമുള്ള നല്ല ടൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. 5ക്ക് 2.5 എന്നുള്ള ടൈൽസ് ഉപയോഗിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. കയറുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട് കേട്ടോ. TV യൂണിറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷോക്കേസ് കണക്കിന് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് ബാലൻസ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിൻ വെക്കാനുള്ള പ്ലേസും അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ ബെഡ്റൂമുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എല്ലാ ടൈൽസ് എല്ലാം നോക്കി 5ക്ക് 2.5 ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കെറോവിറ്റിൻ്റെ വാഷ് ബേസിനും അതുപോലെ തന്നെ നല്ല എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പൈപ്പിൻ്റെ സെറ്റിങ്സ് ആയാലും എല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരെ കിച്ചണിലോട്ടാണ് ഈ ഭാഗത്ത് നിന്ന് കയറുന്നത് കേട്ടോ. കിച്ചണിൽ നല്ല ബ്ലാക്കിൻ്റെയും ഗ്രീനിൻ്റെയും കോമ്പിനേഷനിൽ കിച്ചണിൻ്റെ വാൾഡ്രോപ്സും അതുപോലെ തന്നെ കബോർഡ്സും എല്ലാം നല്ല മനോഹരമാക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. ചെറിയൊരു ഫാമിലിക്ക് എല്ലാ സൗകര്യത്തോടും താമസിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ആലുവടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിറകടുപ്പ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ കോമൺ ആയിട്ടുള്ള വാഷും ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതും യൂറോപ്യൻ ക്ലോസറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ട് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഓപ്പൺ വെല്ല് നമ്മൾ വെളിയിൽ നിന്ന് കണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. നല്ല ഗ്രിപ്പായിട്ടുള്ള ടൈൽസാണ് കേട്ടോ സ്റ്റെയറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് നല്ല ഗ്രിപ്പുള്ള നല്ല ടൈൽസാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസിൻ്റെ വർക്ക് കൂടി ചെയ്യാനുള്ള പെൻഡിങ് ഉണ്ട്. ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ലൊരു ബെഡ്റൂം. ഇതിലും 5ക്ക് 2.5 എന്നുള്ള ടൈൽസ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. എല്ലാം താഴത്തെ ബെഡ്റൂം കണ്ട പോലെ തന്നെ കളർ മാത്രം ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും അതേപോലെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പിന്നെ ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രിയാണ്. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. 5 സെൻറ്റ് സ്ഥലം, ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് ചെറിയ കുറവുള്ള ഒരു 2 BHK അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. അതിലൊരു കോമൺ ആയിട്ടുള്ള വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്ന് 5 കിലോമീറ്റർ ആണെങ്കിൽ ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു 200 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളൂ. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് നോക്കുമ്പോൾ 9 കിലോമീറ്ററും ധോണി വാട്ടർഫാൾസിന് 3 കിലോമീറ്ററും മലമ്പുഴ ഡാം എന്ന് 10 കിലോമീറ്ററും KV പാലക്കാട് ഒലോക്കോട് KV നോക്കുകയാണെങ്കിൽ പക്ഷേ ഒരു 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത്. അങ്ങനെ എല്ലാ സൗകര്യമുള്ള മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന
റെയിൽവേ സ്റ്റേഷൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിന്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് വെറും 33 ലക്ഷം രൂപയുള്ളൂ. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.